KDEയിൽ സ്പെക്ടാക്കിൾ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. സ്പെക്ടാക്കിൾ എന്നാണ് KDE ആപ്ലിക്കേഷൻ്റെ പേര്. അതിലെടുക്കാൻ വേണ്ടി എളുപ്പം ഉപയോഗിച്ച പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ ഞെക്കുക. നിങ്ങളുടെ കീബോർഡിൽ പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ കാണും, PRTC എന്നുള്ള ബട്ടൺ കാണും. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെക്ടാക്കിൾ വരും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡെന്ന് പറയുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ വേറെ വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ പ്രിൻറ്റ് സ്ക്രീൻ എടുക്കുമ്പം അത് വന്നില്ലെന്നുണ്ടെങ്കിൽ തൽക്കാലം മാനുവലി കാണിച്ചിട്ട് മെനുവിൽ പോവുക. മെനുവിൽ പോയിട്ട് സ്പെക്ടാക്കിൾ എന്ന് സെർച്ച് ചെയ്യുക. SPCT എന്ന് കൊടുക്കുമ്പോൾ തന്നെ സ്പെക്ടാക്കിൾ വരും. അപ്പോൾ ഇതെടുത്താൽ മതി. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഒന്നുകൂടെ പറയാം, പ്രിൻറ്റ് സ്ക്രീനാണ്. സ്പെക്ടാക്കിൾ എടുത്തു കഴിഞ്ഞാൽ അത് വരും. ഓക്കെ, ഈ സ്പെക്ടാക്കിളിനകത്ത് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആൾറെഡി ഒരു സ്പെക്ടാക്കിളിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം അത് ആദ്യം, ഇപ്പോൾ ഏത് സ്ക്രീൻഷോട്ടിൻ്റെ ആപ്ലിക്കേഷൻ എടുത്താലും അത് ആദ്യം ചെയ്യുന്ന ആ മൊത്തം, നിങ്ങളിപ്പോൾ നിൽക്കുന്ന മൊത്തം സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അത് എനിക്ക് എടുത്തു തരും. അങ്ങനെയാണ് അത് വർക്കാവുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ എന്തുവാണ് ഞാൻ പറഞ്ഞ പോലെ ഈ സ്പെക്ടാക്കിൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ മൊത്തം സ്ക്രീനിൻ്റെ ഒരു സ്ക്രീൻഷോട്ടായിരിക്കും വരുന്നത്. അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് കൊടുത്താൽ മതി. സേവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും അടുത്ത് സേവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും റൈറ്റ് സൈഡിൽ ബോട്ടം സേവാസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യുന്നത്? അതായത് പിക്ചേഴ്സ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് ഞാൻ ഹലോ എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി ഓപ്പൺ ചെയ്യുമ്പം ഇത് പല മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കാണാൻ പറ്റും? ഞാൻ സേവ് ചെയ്ത എൻ്റെ ആ പിക്ചർ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ പ്രശ്നം എന്താണ്? ഞാൻ എടുത്ത ഡെസ്ക്ടോപ്പിൻ്റെ മൊത്തം പിക്ചറാണ്. എനിക്കിപ്പോൾ അത് വേണ്ട. എനിക്ക് താൽക്കാലികമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ഇത്രയും സെക്ഷൻ്റെ മാത്രം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിൻഡോയുടെ ഈ ഒരു ഭാഗം മാത്രം എനിക്ക് കിട്ടിയതെന്ന് വെച്ചോ, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ സ്പെക്ടാക്കിൾ ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഒരു സെക്ഷൻ കണ്ട, ഇപ്പോൾ ഈ സ്പെക്ടാക്കിളിനകത്ത് കിടക്കുന്ന ഏരിയ ഫുൾ സ്ക്രീനാണ്. ഈ ഫുൾ സ്ക്രീൻ എന്നുള്ള മാറ്റിയിട്ട് എനിക്ക് റെക്റ്റാങ്കുലർ റീജിയൻ എന്ന് കൊടുക്കാൻ പറ്റും. റെക്റ്റാങ്കുലർ റീജിയൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി ടേക്ക് എ ന്യൂ സ്ക്രീൻഷോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുക എന്തുവാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡ്രാഗ് ചെയ്യുക, ആ ഡ്രാഗ് ചെയ്യുന്ന ഏരിയ മാത്രം വരിക. തൽക്കാലത്തേക്ക് ഞാൻ നമ്മളുടെ ഈ ടാസ്ക് ബാറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ടാസ്ക് ബാറിൻ്റെ ഏറ്റവും ബോട്ടം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കുന്നു, പ്രസ് ചെയ്ത് പിടിക്കുന്നു, ഡ്രാഗ് ചെയ്യുന്നു. ഈ ഡ്രാഗ് ചെയ്ത് വേറെ പ്രത്യേകതയാണ്, എനിക്ക് ഡ്രാഗ് ചെയ്ത് ഏരിയയുടെ മുകളിലോട്ടും താഴോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും, അതിനെ റീസൈസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതൊക്കെ അത് സ്വന്തമായിട്ട് ട്രൈ ചെയ്തു. അതൊരു സ്ക്വയർ റീജിയനാണ്. ഈ സ്ക്വയർ റീജിയൻ എവിടെ ഇരിക്കുന്നോ, ഇപ്പം ഞാൻ ഇതിവിടെ വെച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്ര ഏരിയ വരും. പക്ഷെ നമ്മളെ ഉദ്ദേശം അതല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് ബാറിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാസ്ക് ബാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവയ്ക്കും. റെക്ടാങ്കുലർ റീജിയൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാൻ ടാസ്ക് ബാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ച് അതിനെ കറക്റ്റ് സൈസാക്കിയിട്ട് എൻ്റർ കൊടുക്കും. എൻ്റർ കൊടുക്കുമ്പോൾ എന്ത് വന്നു? ടാസ്ക് ബാറിൻ്റെ കാര്യം വന്നു. അപ്പോൾ ഈ സ്പെക്ടാക്കിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഫുൾ സ്ക്രീൻ ആയിരിക്കും. നിങ്ങളുടെ മൊത്തം സ്ക്രീനിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടെന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ക്യാപ്ചർ മോഡിൽ കയറിയിട്ട് ഏരിയ എന്നുള്ള റെക്ടാങ്കുലർ റീജിയൻ കൊടുക്കുക. ബൈ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കിടന്നത് ഫുൾ സ്ക്രീൻ ആയിരിക്കും. ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഏരിയ വരും. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റെക്ടാങ്കുലർ റീജിയൻ കൊടുക്കുക. റെക്ടാങ്കുലർ റീജിയൻ കൊടുത്തിട്ട് ടേക്ക് ന്യൂ സ്ക്രീൻഷോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോ ഇതുപോലെ പോകും. പിന്നെ എവിടെയാണോ ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് എടുക്കേണ്ട ആ ഏരിയയുടെ ചുറ്റും വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ബോക്സ് വരച്ചാൽ മതി. ഒരു ബോക്സ് വരച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ഇത് സേവ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എളുപ്പമാണ്. ജസ്റ്റ് സേവാസ് കൊടുക്കുക. തൽക്കാലം ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ വരും. ഈ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് ബാറിൻ്റെ പടം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ സ്പെക്ടാക്കിൾ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഒരു വഴി പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ ഞെക്കുക. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മെനു കയറിയിട്ട് സ്പെക്ടാക്കിൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആയല്ലോ. സ്പെക്ടാക്കിൾ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് അതിൽ മൊത്തം വിൻഡോയുടെ സ്ക്രീൻഷോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്യാപ്ചർ മോഡിനകത്ത് റെക്ടാങ്കിൾ ഏരിയ കൊടുത്ത് ചെയ്തെടുത്താൽ മതി. ഈ വീഡിയോയിൽ ഇത്രയും മതിയാകും.